പാലട, പഴം, പപ്പടം എല്ലാം പായാണല്ലോ. ഷുഗർ കട്ടായിരുന്നു 2-3 ദിവസമായിട്ട്. അപ്പൊ എന്റെ ഫ്രണ്ട് അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു ഷുഗർ കഴിക്കാം, അവന് പായസം കഴിക്കണം എന്നാണ്. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചില്ല. അവൻ പറഞ്ഞു ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയിരുന്നു. അങ്ങനെ ഷുഗർ കട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പായസം കുടിക്കാൻ പോയി. ബോളിയും പായസം കഴിക്കാൻ വേണ്ടി പോയിട്ട് ബോളിയും പായസം അവിടെ ഇല്ല. പായസം ഉണ്ട്. ആ ബോളിക്ക് പകരം പാലട പായസം, പപ്പടം, പഴം, ഈ 3 കൂടെ കോമ്പിനേഷൻ വെച്ചിട്ട് നമ്മൾ പായസം കഴിച്ചു. അടിപൊളി ടേസ്റ്റ്. പക്ഷെ എന്നാലും എനിക്ക് ആ ബോളി കഴിക്കാത്തതിന് ഒരു കൊതി മാറിയില്ല. എന്റെ വീട്ടുകാരൊക്കെ എൻ്റെ അടുത്ത് പറയുന്ന കളിയാക്കി പറയുന്ന ഒരു സംഭവമുണ്ട്, ബോളിയും പായസവും കാണിച്ച ആരെങ്കിലും നിന്നെ വിളിച്ചാൽ നീ അവരുടെ കൂടെ ഇറങ്ങി പോകും. ഷുഗർ കട്ടായിരുന്നു ഞാൻ, ഇപ്പൊ ഷുഗർ ഓവർലോഡായി. അപ്പൊ ബോളി ഉണ്ട്, സമാധാനമായി. ഇങ്ങനെ നമ്മൾ നടക്കണം. വൈകിട്ട് ചൂട് ഓ പ്ലഷർ അറ്റ് പീക്ക്. ഗൈസ്, ഒരു ട്രിവാൻഡ്രമായിട്ടായിട്ട് ഇത്രയും നമ്മൾ പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ബോളി പായസം. പറ്റുന്നിടത്ത് എവിടെയൊക്കെ പോയി, ഞാൻ ബാംഗ്ലൂർ, ചെന്നൈയിലൊക്കെ ഒബട്ടുമാണ് ബോളി. നമ്മുടെ ബോളി ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ള മിക്ക സ്ഥലത്തു നിന്നും കഴിച്ചിട്ടുണ്ട്, കർണാടകയിലുള്ള മിക്ക സ്ഥലത്തു നിന്നും ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു ടേസ്റ്റ് എൻ്റെ മോയെ, ഞാൻ തിരുവനന്തപുരംകാരനായിട്ട് അഭിമാനമായിട്ട് പറയുന്ന ഒരു കാര്യമായിരിക്കും ബോളി പായസം. അതിന്റെ ഒരു വികാരം വേറെ ഒരിടത്തും കിട്ടത്തില്ല. ഹൈ ഓൺ ഷുഗർ എന്ന് തന്നെ പറയാം. ഇപ്പൊ നമ്മള് ബോളിയും പായസം കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വേറെ ഫ്രണ്ട് വന്നു. നേരത്തെ നമ്മുടെ വ്ളോഗിലൊക്കെ വന്നിട്ടുണ്ട്. അവൻ വന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് മാത്രമുള്ള പരിപാടി, ഫുഡ്. അതെ, ഫുഡ് തന്നെയാണ്. തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് ഫുഡ് കഴിക്കാൻ പോവാം, ചുമ്മാ കറങ്ങാം, അതാണ് പരിപാടി. അങ്ങനെ ഗൈസ്, നമ്മളിപ്പോ ബ്ലെൻഡിൽ വന്നിരിക്കുകയാണ്. ഒരു ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് ഇവിടെ എത്തി. ഫുഡിന് തന്നെ വന്ന ഡ്രൈ ഡേ ആണെന്നല്ലേ പറഞ്ഞേ? ഇന്നെന്താ ഡ്രൈ ഡേ? മാർച്ച് 1-ാം തീയതി നമ്മള് ഫുഡ് കഴിക്കാനാ ചേട്ടാ വന്നത്. പുച്ഛിച്ചൊരു ചിരിയും. അതെന്തിനാ അങ്ങനെ പുച്ഛിച്ചിരിച്ചേ? കൊള്ളാം എന്തായാലും. നല്ല ഫുഡായിരിക്കും എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുവന്നു. ഒരു പൊക്കം ഉണ്ടല്ലോ, അവന്മാർ വിളിക്കും മാത്രം പൊക്കത്തിൽ കിടന്നുണ്ട് വിളിക്കും. അവൻ നോക്കിയേ ചെല്ലമംഗലം ദേവക്ഷേത്രത്തിന്റെ ഉത്സവത്തിനാണ്. കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് തള്ളി നടക്കുന്ന അമ്പലത്തിന്റെ ഉത്സവപ്പറമ്പിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അടുത്ത് ബ്ലോഗ് ഇടല്ലേ? ഇത് ഞാൻ ഇട്ടിരിക്കും. തന്നെ അച്ഛനും വല്യച്ഛനൊക്കെ ഉണ്ട്. ഇവൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവൻ പകുതിയും തള്ളു മാത്രമേ. പക്ഷെ കൊള്ളാം, സാമ്പോ അടിപൊളിയാണ്. ആന കൂടെ എക്സിക്യൂട്ടീവ് മെമ്പറാണോ? ഒന്നുമില്ല. എന്റെ കമ്മിറ്റി പറഞ്ഞത്
ദൈവമേ, പച്ച കളിപ്പോടെ ഞാൻ കമ്മിറ്റിയിലില്ല. കമ്മിറ്റി ഉണ്ടോ? കമ്മിറ്റി ഉണ്ട്. പറഞ്ഞ അടുത്ത മക്കത്തായം അച്ഛന് അപ്പൊ മാമനോ കഴിഞ്ഞ അടുത്തായി. അതിനാണ് ഇപ്പഴേ കയറില്ലേ? ചുമ്മാ അല്ല പശു കുത്താവട്ടെ. പശു കുത്താൻ നീ പശു കുത്താവട്ടെ ഇങ്ങനെ കാണിച്ച എന്തിനാണ്? വഴി മാറണം. പശു വ്ളോഗ് ഇടാറ് മാറ്റി കിട്ടും. എന്നിട്ട് 10 മിനിറ്റ് കാണാനില്ല. 10 മിനിറ്റ് കാണാനില്ല. പശുവിനോട് തന്നെ അകത്തോട്ട് അപ്പുറത്ത് പശുവിന് കൂടെ പോയാ അകത്തോട്ട് നിന്നെ കൂടെ ആ വീഡിയോ കൂടെ വേണമായിരുന്നു.